ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ചില്ലിയാണ്. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ചേർത്താണ് പുരട്ടി വെക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അതിന് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി അല്ലെങ്കിൽ സാദാ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഇത്രയും ഇതിന് പുരട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നു. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 സവാള, 1 ക്യാപ്സിക്കം. ഇത് ഒരുമാതിരി വലുപ്പത്തിൽ അരിയണം. അതിനേലും ചെറുതായിട്ട് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം അതിൽ നിന്ന്, പിന്നെ ചെറിയൊരു പീസ് സവാളയും ചെറുതായിട്ട് അരിയണം. ഈ വലിപ്പം വേണ്ട, അതിന് ചെറുതായിട്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ കാശ്മീരി അല്ലെങ്കിൽ സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ ഇതുകൂടാതെ കോൺഫ്ലോർ 2 ടീസ്പൂൺ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രേവി ഇത്തിരി തിക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 3 സോസുകളാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മളിൽ ചേർക്കുന്നത്. ഇപ്പോൾ നേരത്തെ വെച്ചിരുന്ന ചെമ്മീനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം പുരട്ടിയ ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഈ ചെമ്മീനിൽ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ പിടിക്കാൻ വെച്ചതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തു. ഇനി നമ്മൾ ഇത് ചെമ്മീൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമ്മൾ പറയാൻ മറന്നു പോയത്, 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യും. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാര അതിൽ നല്ലപോലെ അലിഞ്ഞേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്യുന്നു. ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷമാണ് ചെറുതായി വെച്ച അരിഞ്ഞു വെച്ച സവാളയും ക്യാപ്സിക്കവും നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. അതുവരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല ചെറുതായിട്ടൊന്ന് മരിഞ്ഞു കൊടുക്കുമ്പോഴാണ് സവാള ഇടുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള, ക്യാപ്സിക്കം ആഡ് ചെയ്യണം. നല്ലപോലെ വഴണ്ട് മുരിഞ്ഞ പാകുമ്പോഴാണ് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ മുരിഞ്ഞൊരിതാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നല്ലോണം ഇത് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി, മുളക് പൊടി, മസാലപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് ഗ്രേവിയായിട്ട് നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചത് ആഡ് ചെയ്യുക.
കോൺഫ്ലോർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം സോസുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. ഗ്രേവി എന്തോരം ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ വെള്ളയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്യൂബായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ആഡ് ചെയ്യണം. മിക്സ് ചെയ്യണം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം സവാള ഒന്ന് വഴണ്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വിനെഗർ ആഡ് ചെയ്യാം. മല്ലിയില അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.